ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഹെൽപ്പിംഗ് ഹാൻഡ്സ്. ഇറ്റ്സ് മീ ആഷ്ലിൻ. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് 4ാം ക്ലാസ്സിലെ EVSലെ ചാപ്റ്ററുമായിട്ടാണ്. 5ാമത്തെ ചാപ്റ്ററായ എറൗണ്ട് അസ് ഇൻ ഡിഫറെൻറ്റ് ഫോംസ് അഥവാ പല രൂപത്തിൽ നമുക്ക് ചുറ്റുമെന്ന് പറയുന്ന ഒരു മനോഹരമായ അധ്യായമായിട്ടാണ്. അപ്പോൾ പേര് പോലെ തന്നെ നമുക്ക് ചുറ്റുമുള്ള ഒരുപാട് കാര്യങ്ങൾ, നമുക്കറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ കുഞ്ഞുമക്കൾക്ക് അത് കേൾക്കണ്ടേ? അപ്പോൾ നമുക്ക് നമ്മളിന്ന് ഖരപദാർത്ഥങ്ങൾ അഥവാ സോളിഡ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതെന്താണെന്നാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടമായി എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അത് കമൻസിലൂടെ അറിയിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാകുന്ന രീതിയിൽ ഞാൻ എൻ്റെ ക്ലാസ്സിൽ ഓരോരോ മാറ്റങ്ങൾ കൊണ്ടുവരും. അപ്പോൾ അത് നിങ്ങൾക്കും ഇഷ്ടമാവും, എൻ്റെ ടീച്ചർക്കും കുറച്ചുകൂടെ മെച്ചപ്പെടുത്താൻ കഴിയും കേട്ടോ. അപ്പോൾ നമുക്ക് ക്ലാസ് തുടങ്ങിയാലോ? പാഠം തുടങ്ങുമ്പോൾ തന്നെ 2 കുട്ടികളുടെ ചിത്രം നൽകിയിട്ടുണ്ട്. അനു എന്ന് പറയുന്നതാണ് ഈ പെൺകുട്ടി. അനു ഈസ് ടാലൻറ്റഡ് ഇൻ ഡ്രോയിങ്. അനുവിന് ചിത്രം വരയ്ക്കാൻ നല്ല കഴിവുണ്ട്. നെലിൻ ഈസ് റിക്വസ്റ്റിംഗ് ഹെർ ടു ഡ്രോ പിക്ചേഴ്സ് ഓഫ് ഡിഫറെൻറ്റ് ഒബ്ജക്ട്സ്. വ്യത്യസ്ത തലത്തിലുള്ള സാധനങ്ങളുടെ ചിത്രം വരയ്ക്കാനായിട്ട് ആര് റിക്വസ്റ്റ് ചെയ്യാണ്? നെലിന് അനുവിനോട് റിക്വസ്റ്റ് ചെയ്യാണ്. എന്തൊക്കെയാണെന്ന് നോക്കാം. അനു, പ്ലീസ് ഡ്രോ ദ പിക്ചേഴ്സ് ഓഫ് സ്റ്റോൺ. എന്തിൻ്റെ ചിത്രം വരയ്ക്കാനാ? ഒരു കല്ലിൻ്റെ ചിത്രം വരയ്ക്കാമോ? ചോക്ലേറ്റ്, മിഠായിയുടെ ചിത്രം വരയ്ക്കാമോ? കോക്കനട്ട് ഓയിൽ, ഹണി, ചെയർ ആൻഡ് വാട്ടർ. അതുപോലെ തന്നെ എന്തിൻ്റെയൊക്കെയാണ്? വെളിച്ചെണ്ണ, തേന്, കസേര, ജലം അഥവാ വെള്ളം. ഇതിൻ്റെയൊക്കെ ഒന്ന് ചിത്രം വരച്ച് തരാമോ എന്ന് ആര് ചോദിക്കുകയാണ്? നെലിൻ അനുവിനോട് ചോദിക്കുകയാണ്. നിങ്ങളാണെങ്കിൽ ഏതിൻ്റെയൊക്കെ ചിത്രമായിരിക്കും വരച്ചിട്ടുണ്ടായിരിക്കുക? കല്ലിൻ്റെ ചിത്രം എല്ലാവർക്കും ഒരുവിധം ഒരു കല്ലാന്ന് തോന്നുന്ന തരത്തിൽ എല്ലാവർക്കും വരയ്ക്കാൻ പറ്റും. പിന്നെയോ മിഠായിയും നമുക്ക് വരയ്ക്കാൻ പറ്റും അല്ലേ? വെളിച്ചെണ്ണയും വെള്ളമൊക്കെ എങ്ങനെയാണ് വരയ്ക്കാൻ പറ്റുക? തേനാണെങ്കിലോ അതൊക്കെ ഭയങ്കര പാടാണല്ലേ. പിക്ചർ എടുക്കാനാണെങ്കിൽ എളുപ്പമായിരിക്കും, വരയ്ക്കാൻ ഇത്തിരി പാടാ. അപ്പോൾ നമുക്ക് കസേരയാണെങ്കിൽ പിന്നെയും നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ വരച്ച് വയ്ക്കാം. എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ചിലതൊന്നും വരയ്ക്കാൻ പറ്റാത്തത്? സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏതായിരിക്കും വരയ്ക്കാൻ എളുപ്പമുള്ളത്? വരയ്ക്കാൻ പറ്റാത്ത ഏതൊക്കെയാണ്? നെയിം ദ ഒബ്ജക്ട്സ് യു ആർ അൺഎബിൾ ടു ഡ്രോ. വരയ്ക്കാൻ പറ്റാത്ത ഏതെല്ലാം ആയിരിക്കും? വെളിച്ചെണ്ണ, അതുപോലെ തന്നെ തേന്, ജലം, ഇവയൊക്കെ നമുക്ക് വരയ്ക്കാൻ പാടുള്ളതാണ്. വരയ്ക്കാൻ പറ്റുന്ന ഏതെല്ലാമാണ്? മിഠായി വരയ്ക്കാം, കല്ല് വരയ്ക്കാം, അതുപോലെ തന്നെ കസേര വരയ്ക്കാം. എന്തുകൊണ്ടായിരിക്കും? വൈ ആർ യു ആർ ഏബിൾ ടു ഡ്രോ ദ ഒബ്ജക്ട്സ് ഇൻ ദ ഫസ്റ്റ് സെഷൻ ഈ പറഞ്ഞത് നമുക്ക് വരയ്ക്കാൻ പറ്റുന്നത് എന്തുകൊണ്ടായിരിക്കാം? അതിനെന്തെങ്കിലും ഒരു പ്രത്യേകത കാണുമല്ലോ. നിങ്ങളൊന്ന് ഊഹിച്ച് പറഞ്ഞു നോക്കിക്കേ. തെറ്റിയാലും കുഴപ്പമില്ല, നമുക്കറിയാവുന്നത് പറഞ്ഞാൽ മതി. നിങ്ങളൊന്ന് മനസ്സിൽ നിന്ന് ആലോചിച്ച് നോക്കി, എന്തുകൊണ്ടായിരിക്കും ഈ സംഭവങ്ങൾക്ക് നമുക്ക് വരയ്ക്കാൻ പറ്റാതിരുന്നത്? ഇപ്പം മിഠായി ആണെങ്കിലും കല്ലാണെങ്കിലും നമ്മൾ പറഞ്ഞ കസേരയാണെങ്കിലും അതിനൊരു പ്രത്യേക ഒരാകൃതിയുണ്ട്, ഒരു ഷേപ്പുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. കസേരയ്ക്ക് ഒരു പ്രത്യേക ഷേപ്പില്ലേ? എന്നാൽ വെള്ളം ഒരു കസേരയുടെ സ്ഥാനത്ത് കസേര താഴെ ഇരിക്കുകയാണ്. അപ്പം വെള്ളം അവിടെ കൊണ്ട് വെച്ചു. വെള്ളം അതുപോലെ എന്തെങ്കിലും ഒരു ഷേപ്പിൽ ഇരിക്കുമോ? അങ്ങ് ഒഴുകി കിടക്കും അല്ലേ? അതുപോലെ തന്നെ നമ്മളൊരു ഗ്ലാസ്സിൽ കൊണ്ടുപോയി നമ്മൾ തേനൊഴിച്ച് വെച്ചു. ആ ഗ്ലാസിൻ്റെ ഷേപ്പിലായിരിക്കും അതിരിക്കുക. ഒരു ഗ്ലാസ്സിൽ മാറി കുപ്പിയിലാണെങ്കിൽ ആ ഷേപ്പിലായിരിക്കും ഇരിക്കുക. എന്നാൽ അതിന് ഉപരിയായിട്ട് മിഠായിയും കല്ലൊക്കെ വെച്ചാൽ അതങ്ങ് മാറുമോ? ഇല്ല, ഒരു നിശ്ചിത ഷേപ്പ് ഉണ്ട്. അതായത് ഒരു നിശ്ചിത ആകൃതിയുള്ള വസ്തുക്കളെ നമുക്കൊരു പേര് പറയാം. എന്ത് പേരാണെന്നറിയാമോ? ഖരവസ്തുക്കൾ അഥവാ സോളിഡ്സ് എന്ന് നമുക്ക് പറയാം. ഖരവസ്തുക്കൾ. എന്താണ് അതിൻ്റെ പ്രത്യേകത? അതിനൊരു നിശ്ചിത ആകൃതി, ഷേപ്പ് ഉണ്ട്. അതുപോലെ തന്നെ ഒബ്ജക്ട്സ് ഹാവിങ് ഡെഫിനിറ്റ് ഷേപ്പ് ആർ കോൾഡ് സോളിഡ്സ്. ഒരു നിശ്ചിത ആകൃതിയുള്ള വസ്തുക്കളെ നമ്മൾ എന്തെന്നാ പറയുക? ഖരവസ്തുക്കൾ എന്നാ പറയുക. അപ്പോൾ നമ്മൾ ഈ മിഠായിയും അതുപോലെ തന്നെ കല്ലും കസേരയൊക്കെ എന്ത് വസ്തുവാണ്? ശരിയാണ്, ഖരവസ്തുവാണ് കേട്ടോ. ഞാൻ ചോദിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഉത്തരം മനസ്സിലൊന്ന് പറയുക കേട്ടോ. എന്തുകൊണ്ടായിരിക്കും നമുക്കത് വരയ്ക്കാൻ പറ്റിയേ? അതൊരു ഖരവസ്തു ആയതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമ്മളൊരു കാര്യം പഠിച്ചു, ഖരവസ്തുക്കൾക്ക് ഒരു നിശ്ചിത ആകൃതിയുണ്ട്. ഇനി ഖരവസ്തുക്കൾക്ക് വേറെ എന്തെല്ലാം പ്രത്യേകതകളുണ്ടെന്ന് നമുക്ക് നോക്കിയാലോ? ആദ്യമായിട്ട് നമ്മുടെ ടെക്സ്റ്റിൽ ഒരു പരീക്ഷണം പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകാൻ എളുപ്പത്തിനായിട്ട് ഞാൻ ആ പരീക്ഷണം ഇവിടെ ഒന്ന് ചെയ്തു നോക്കി. ഇവിടെ ഗ്ലാസ് ടംബ്ലർ എന്നൊക്കെ പറഞ്ഞു. ഞാനൊരു ഗ്ലാസ് അങ്ങ് എടുത്തു. നമ്മൾ ഒരു ഗ്ലാസ്സിൽ നിറച്ച് വെള്ളം എടുക്കുക. ടേക്ക് എ ഗ്ലാസ് ടംബ്ലർ ഫിൽഡ് വിത്ത് വാട്ടർ. എന്നിട്ടോ ടൈ എ സ്റ്റോൺ വിത്ത് എ സ്ട്രിങ് ആൻഡ് സ്ലോലി എമേർജ് ഇൻ ടു ദ വാട്ടർ. ഒരു കല്ല് ഒരു നൂലിൽ കെട്ടിയിട്ട് ഒരു ഗ്ലാസ് നിറച്ച് വെള്ളം എടുത്തേക്കാണ്. എന്നിട്ട് അതിലേക്ക് പയ്യെ സ്ലോലി നമ്മൾ അതിലേക്ക് മെല്ലെ അതിലേക്ക് ആ കല്ല് പയ്യെ ഇടുക. അപ്പോൾ എന്ത് പറ്റും? ഗ്ലാസ് ഫുൾ വെള്ളമാണ്. അപ്പോൾ എന്താ പറ്റുക?
എന്തായിരിക്കും പറ്റുക? നമുക്ക് നോക്കി നോക്കാം. ആദ്യം തന്നെ ഒരു ഗ്ലാസ് നിറച്ച് വെള്ളം എടുത്തു. എന്നിട്ട് എന്ത് ചെയ്താൽ ഒരു കല്ലയിൽ നൂല് ചുറ്റിയിട്ട് ഞാൻ പയ്യെ അനക്കാതെ അതിലേക്ക് ഇട്ടു. അപ്പോൾ എന്ത് പറ്റി? ഗ്ലാസ്സിലുള്ള വെള്ളം എന്ത് ചെയ്തു? ഈ കല്ലിട്ടപ്പോൾ കുറച്ച് വെള്ളം എന്ത് ചെയ്തു? പുറത്തേക്ക് വരികയാണ് ചെയ്തത്. ചെറിയ പരീക്ഷണത്തിലൂടെ നിങ്ങൾ എന്താ ഒബ്സർവ് ചെയ്തേ? വാട്ട് ഈസ് യുവർ ഒബ്സർവേഷൻ? നമ്മൾ എന്ത് ചെയ്തു? ഗ്ലാസ് നിറച്ച് വെള്ളം എടുത്തു. വെള്ളത്തിൽ എന്താ നമ്മൾ പയ്യെ ഒരു കല്ല് കെട്ടിയിട്ട് എന്ത് ചെയ്യുക? ഒരു ചരട് കല്ലയിൽ കെട്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? പയ്യെ അതിലേക്ക് ഇട്ടു. അപ്പം എന്ത് പറ്റി? ഈ കല്ലിടാനുള്ള സ്ഥലം എന്ത് ചെയ്തു? അത്രയും സ്പേസിലുള്ള വെള്ളം എന്ത് ചെയ്തു? പുറത്തേക്ക് പോവുകയാണ് ചെയ്തത്. അപ്പോൾ എന്താണ് ഇതിൽ നിന്ന് അർത്ഥമാക്കുന്നത്? സോളിഡിന് എന്ത് വേണം? സോളിഡ് റിക്വയർഡ് സ്പേസ് ടു ഒക്യുപ്പൈ. കാരണം എന്താ? അതിനൊരു സ്ഥലം വേണം, നിശ്ചിത സ്ഥലം. നിങ്ങളൊന്ന് ഊഹിച്ച് നോക്കി, നിങ്ങളുടെ ക്ലാസ്സിലെ ബെഞ്ചിൽ എന്താ 4 പേർക്കാട്ടെ പരമാവധി ഇരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ടീച്ചർ എന്ത് ചെയ്തു? ഒരു കുട്ടീനെയും കൂടെ ബെഞ്ചിൽ കയറ്റിയിരുത്തി. അപ്പോൾ എന്ത് പറ്റി? ഒരു സൈഡിൽ നിന്ന് ഒരാളിരുന്നപ്പോൾ അപ്പുറ സൈഡിൽ നിന്ന് എന്താ ഒരുത്തവൻ താഴെ പോയി. അത് എന്തുകൊണ്ടായിരിക്കും? കാരണം എന്താ? അതിനുള്ള സ്പേസ് അവിടെ ഉള്ളൂ. പുതിയൊരാൾക്ക് ഇരിക്കാനായിട്ട് എന്ത് വേണം? അവർക്ക് ഇരിക്കാനായിട്ടുള്ള സ്ഥലം വേണം. അപ്പോൾ എന്താണ്? ഈ നമ്മളിട്ട ഈ കല്ലെന്ന് പറയുന്നത് എന്ത് സാധനമാണ്? ഒരു സോളിഡ് സാധനം അല്ലേ? ഒരു ഖരവസ്തു അല്ലേ? അതിനെന്താ ഒരു ആകൃതി ഇല്ലേ? അപ്പോൾ എന്താണ്? സോളിഡ് റിക്വയർഡ് സ്പേസ് ടു ഒക്യുപ്പൈ. അതിനെന്ത് വേണം? അതിന് സ്ഥലം ആവശ്യമാണ് ഖരവസ്തുക്കൾക്ക്. അതുപോലെ തന്നെ എന്താണ്? കുറച്ചുകൂടെ വലിയ കല്ലാണ് ഇട്ടെങ്കിൽ എന്ത് സംഭവിച്ചേനെ? കുറച്ചും കൂടെ വെള്ളം പോയേനെ. കാരണം എന്താണ്? അതിനെന്താ കുറച്ചും കൂടെ സ്ഥലം വേണ്ടേ? അതായത് എന്താണ്? സോളിഡ്സിന് എന്ത് വേണം? നമ്മൾ ആദ്യം ഒരു പ്രത്യേകത പറഞ്ഞു, അതിനെന്ത് വേണം? ഒരു നിശ്ചിത ആകൃതി ഉണ്ടെന്ന്. അതുപോലെ തന്നെ എന്താണ്? അതിന് ഒരു സ്പേസ് വേണം. അതിനെന്താണ്? ഒരു സ്ഥലം ആവശ്യമാണ് അതിന് നിൽക്കാനായിട്ട്. അപ്പോൾ നമ്മളിപ്പോൾ 2 പ്രത്യേകതകളാണ് നോക്കിയത്. അപ്പോൾ കുറച്ചുകൂടെ വലിയൊരു കല്ലാണെങ്കിൽ എന്താണ്? കുറച്ചും കൂടെ വെള്ളം എന്ത് ചെയ്തേനെ? പുറത്തേക്ക് പോയേനെ. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായില്ലേ? ഇനി നമുക്ക് ഖരവസ്തുവിൻ്റെ കുറച്ചുകൂടെ പ്രത്യേകത നോക്കിയാലോ? ഇവിടെ ഒരു സിറ്റുവേഷൻ നൽകിയിരിക്കുക. 2 ബ്രിക്ക് ഉണ്ട് കേട്ടോ. 2 ബ്രിക്സ് ഉണ്ട്. അപ്പോൾ എന്താ? ഒരു ബ്രിക്ക് എന്ന് പറയുന്നത് എന്താണ്? ഒന്ന് ചെറുതും ഒന്ന് വലുതുമാണ്. നിങ്ങൾ എന്ത് ചെയ്യുക? ട്രൈ ടു ലിഫ്റ്റ് എ സ്മോൾ ബ്രിക്ക് ആൻഡ് എ ലാർജർ ബ്രിക്ക്. ഇത് രണ്ടും എന്ത് ഉയർത്താനായിട്ട് നോക്കുക. ഏതായിരിക്കും നിങ്ങൾക്ക് ഉയർത്താൻ എളുപ്പമായിട്ട് തോന്നുക? ഇപ്പോൾ 2 കേക്കാണെന്ന് വിചാരിക്കുക. ഒരു ചെറിയ കേക്ക്, ഒരു വലിയ കേക്ക്. സ്വാഭാവികമായിട്ടും കേക്ക് കഴിക്കുന്ന കാര്യമായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്തായിരിക്കും? വലിയ കേക്കായിരിക്കും ഉയർത്താനായിട്ട് താല്പര്യം ഉണ്ടാവുക. എന്നാൽ ഇവിടെ ഒരു ഇഷ്ടിക കഷ്ണമാണെങ്കിൽ ഏതായിരിക്കും നിങ്ങൾക്ക് ഉയർത്താൻ എളുപ്പമായിട്ട് തോന്നുക? ചെറുതായിരിക്കും അല്ലേ? വലുതിന് എന്താണ്? എന്ത് മാറ്റാണ് ഉള്ളത്? വലുത് ചുമക്കണം. അതിനെന്താണ്? ഭാരമാണ് ഉള്ളത് അല്ലേ? അപ്പോൾ നമുക്ക് എന്താണ്? ഇവിടെ നമുക്ക് ഈ ബ്രിക്ക് എന്ന് പറയുന്നത് എന്ത് സാധനമാണ്? ബ്രിക്കിനൊരു നിശ്ചിത ആകൃതി ഉണ്ടോ? ഉണ്ട്. അപ്പോൾ അതെന്താണ്? നമ്മൾ പറഞ്ഞ സോളിഡിൻ്റെ ഒരു പ്രത്യേകതയാണ്. പിന്നെയോ ബ്രിക്കിന് എന്താ? അതിന് നിൽക്കാനായിട്ടൊരു സ്പെസിഫിക് ഒക്യുപ്പൈ ചെയ്യാനായിട്ടൊരു സ്പേസ് ആവശ്യമല്ലേ? അപ്പോൾ അതെന്താണ്? ഒരു സോളിഡ് സാധനമാണ് അല്ലേ? ഒരു ഖരവസ്തുവാണ്. അപ്പോൾ ഖരവസ്തുവിൻ്റെ ഒരു പ്രത്യേകതയും കൂടെ നമ്മളിവിടെ പരിചയപ്പെട്ടു. ഈ ഖരവസ്തുവിന് എന്തുണ്ട്? നിങ്ങൾക്ക് ഉയർത്താൻ ഒരെണ്ണം സാധിച്ചത് ഒരെണ്ണം സാധിക്കാത്തത് എന്തുകൊണ്ട്? അതിനൊരു ഭാരമുണ്ട്. അപ്പോൾ എന്തെല്ലാം പ്രത്യേകതകളാണ് ഖരവസ്തുക്കൾക്കുള്ളത്? ഖരവസ്തുക്കൾക്ക് എന്തൊക്കെ പ്രത്യേകതയാണുള്ളത്? നിങ്ങൾക്ക് അറിയാവുന്ന പറഞ്ഞേ. ഹാവ് ഡെഫിനിറ്റ് ഷേപ്പ്. അതിനെന്താ? ഒരു നിശ്ചിത ഷേപ്പ് ഉണ്ട്. അതെങ്ങനെയാണ് നിങ്ങൾക്ക് മനസ്സിലായത്? നമ്മൾ ചിത്രം വരയ്ക്കാനായിട്ട് പറഞ്ഞപ്പോൾ നമുക്ക് കല്ലും കസേരയും അതുപോലെ തന്നെ ചോക്ലേറ്റൊക്കെ വരയ്ക്കാൻ സാധിച്ചു. പിന്നെയോ ഹാവ് വെയിറ്റ്. കാരണം നമുക്ക് എന്താ? ഇത് ഉയർത്താനായിട്ട് ഒരെണ്ണത്തിന് എന്താ ഭാരം കൂടുതൽ നമുക്ക് ഉയർത്താൻ പറ്റിയില്ല, മറ്റത് ഉയർത്താൻ പറ്റി. അപ്പോൾ എന്താണ്? അതിനൊരു ഭാരം ഉണ്ടെന്ന് നമുക്ക് പരിചയപ്പെട്ടു. പിന്നെയോ സോളിഡ്സ് റിക്വയർ സ്പേസ് ടു ഒക്യുപ്പൈ. അതിനെന്താണ്? ഒരു സ്പേസ് വേണം. നമ്മൾ എങ്ങനെയാണ് മനസ്സിലായി? ഒരു ഗ്ലാസ് നിറച്ച് വെള്ളം എടുത്ത് നമ്മൾ എന്ത് ചെയ്തു? ഒരു കല്ലിൽ ചരട് കെട്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? കല്ല് പയ്യെ വെള്ളത്തിലേക്ക് ഇറക്കിയപ്പോൾ എന്ത് പറ്റി? ഇതിന് സ്പേസ് വേണം, ഈ കല്ലിന് സ്പേസ് വേണം. അതുകൊണ്ട് എന്ത് ചെയ്തു? ഇവിടെ സ്പേസ് ഇല്ല. അപ്പോൾ ഉള്ള സ്പേസ് ഉണ്ടാക്കാനായിട്ട് എന്ത് ചെയ്തു? ഈ വെള്ളം ഉണ്ടായിരുന്ന അത്ര കല്ലിൻ്റെ സ്പേസിൽ ഉണ്ടായിരുന്ന വെള്ളത്തെ എന്ത് ചെയ്തു? അത് പുറത്തേക്ക് ചാടിച്ചു. അപ്പോൾ നമ്മൾ സോളിഡിൻ്റെ 3 പ്രത്യേകതകളാണ് പഠിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? പുതിയ പുതിയ നിർദ്ദേശങ്ങൾ, നിങ്ങൾക്ക് എങ്ങനെയുള്ള ക്ലാസ്സാണ് വേണ്ടതെന്നൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? കമൻസിലൂടെ അറിയിക്കുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. നമുക്ക് അടുത്ത ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം.